ഹലോ, ആൻഡ് സ്റ്റീവ്സ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ബീട്രൂട്ട് പച്ചടി നോക്കാം. ഒരു ജാർ എടുക്കാം, അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടിയതിടണം. ഇനി ഇതിലേക്ക് ഒരു കളർഫുള്ളായിട്ട് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിടുക. ചെറിയ കഷ്ണം ഇഞ്ചി, അതായത് 1/2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയും ഇടണം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുക്കണം. തരികളൊന്നും ഉണ്ടാവരുത്, നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. ഈ അരച്ച തേങ്ങ മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ ബീട്രൂട്ടിലോട്ട് പോരാം. ഒരു ചട്ടി എടുക്കുക. ഞാൻ ഇവിടെ 1/4 കിലോ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഫ്ലെയിം അങ്ങോട്ട് ഓൺ ചെയ്ത് ആ ചൂടാവുന്നത് വരെ, ആ ചെറിയ ചെറിയ തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് 3 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. ആയി, നമ്മുടെ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ അങ്ങോട്ട് ഇളകിയ വെള്ളത്തിലൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ആ തേങ്ങയുടെ ഒരു പച്ചക്കുത്തലുണ്ടാവില്ലേ, അതെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഉപ്പുണ്ടോ എന്ന് നോക്കുക. പക്ഷേ യോഗട്ട് ചേർത്ത് കഴിഞ്ഞ ശേഷം ഉപ്പ് നോക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് വേവിക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം പുളിയുള്ള യോഗട്ട് മതി. കൂടുതൽ പുളിയൊന്നും നമ്മൾ പച്ചടിക്കൊന്നും യൂസ് ചെയ്യാറില്ല. അത് നല്ലപോലെ ഉടച്ചെടുത്ത് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഉടച്ച 1 കപ്പ് യോഗട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഈ സമയത്ത് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് വയ്ക്കാം. ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതങ്ങോട്ട് അപ്പാടെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു കുഞ്ഞ് ചീനച്ചട്ടി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കണം. ചൂടായതിന് ശേഷം 1/4 ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ട് പൊട്ടിക്കണം. അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും 1 തണ്ട് വേപ്പിലയും 2 വറ്റൽമുളകും ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. അതൊന്ന് കളർ ചേഞ്ച് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് പച്ചടിയിൽ അതിലേക്ക് ഇതങ്ങാട് ചേർത്ത് കൊടുക്കുക. അതും നല്ല പോലെ ഒന്ന് ഇളക്കുക. അപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ വെളിച്ചെണ്ണയുടെയും ആ വറ്റൽ മുളകിൻ്റെയൊക്കെ ആ കറിവേപ്പിലയൊക്കെ ആ എണ്ണക്കകത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി നിമിഷ നേരം കൊണ്ട് റെഡിയാണ്. ഇതൊക്കെ ഓണത്തിന് സദ്യക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കറിയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു പപ്പടം ഉണ്ടെങ്കിൽ ആ ചോറിലും കൂട്ടിയാൽ നല്ല കളർഫുള്ളായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.